കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മന്ത്രിമാർക്കെതിരെ ബി.ജെ.പിയുടെ പരാതി. അപകട സമയത്തെ മന്ത്രിമാരുടെ പ്രസ്താവന രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു. കെട്ടിടം ഉപയോഗശൂന്യമെന്ന റിപ്പോർട്ടുണ്ടായിട്ടും നടപടിയെടുക്കാതിരുന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കുറ്റക്കാരാണ്. മന്ത്രിമാരായ വീണ ജോർജ്, വി.എൻ. വാസവൻ, മുൻ മന്ത്രി വി.എസ്. ശിവകുമാർ എന്നിവർക്കെതിരെ ബി.ജെ.പി തലയോലപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് സുമേഷ് കൊല്ലേരി പോലീസിൽ പരാതി നൽകി. മിഥുൻ അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മന്ത്രിമാർക്കെതിരെ അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം വ്യാപകമായി ഉയരുകയാണ്. ബി.ജെ.പി വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ ഇതോടകം തന്നെ നടത്തിക്കഴിഞ്ഞു. ഒപ്പം തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും ഇതിനെ ശക്തമായി നേരിടുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഒരു കൃത്യവിലോപത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടർന്നുള്ള ദിവസങ്ങളിലും ശക്തമാക്കുമെന്ന് ബി.ജെ.പി നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിയമപരമായി ഈ വിഷയത്തെ നേരിടാൻ കൂടി ഒരുങ്ങുകയാണ് ബി.ജെ.പി. ഇപ്പോൾ ബി.ജെ.പിയുടെ തലയോലപ്പറമ്പ് മണ്ഡലത്തിൽ നിന്ന് ഇത്തരത്തിലൊരു നിയമപരമായിട്ടുള്ളൊരു നീക്കത്തിലേക്ക് കടക്കുകയാണ്. മന്ത്രിമാർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നു. ഇപ്പോൾ തലയോലപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് പ്രധാനമായും പരാതിയിൽ ഉന്നയിക്കുന്നത്? ആർക്കൊക്കെ എതിരെയാണ് പരാതി? ഈ തകർന്ന മെഡിക്കൽ കോളേജിൽ ഈ തകർന്ന ബിൽഡിങ്ങിൽ ഈ തകർന്ന ബിൽഡിങ്ങിൽ ആളപായമുണ്ടായിട്ടില്ല എന്നായിരുന്നു മന്ത്രിമാരുടെ പ്രസ്താവന. നിലവിലത്തെ അവിടുത്തെ രോഗികളുടെ കൂട്ടിരിപ്പുകാരും നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾക്കുമൊക്കെ ആവർത്തിച്ച് പ്രശ്നമുണ്ട്, പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും ഒരു രീതിയിലും ഒരു മന്ത്രിമാർ അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ നിലവിൽ ആ ഒരു പ്രസ്താവന അതിനുശേഷം ഈ സംഭവം നടന്നതിന് ശേഷം മന്ത്രിമാർ നടത്തിയിരിക്കുന്ന പ്രസ്താവന 2.5 മണിക്കൂറാണ് അവരുടെ പ്രസ്താവനയിലൂടെ രക്ഷാപ്രവർത്തനം വൈകിയത്. അത് അടഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങാണ്, അത് ഉപയോഗശൂന്യമാണ്, ആളപായമില്ല എന്ന് തീർത്ത് പറഞ്ഞതിൻ്റെ ആ പ്രസ്താവന അത് വളരെയധികം ദോഷം ചെയ്തു രക്ഷാപ്രവർത്തനത്തിൽ. അതുമാത്രമല്ല, ഈ മെഡിക്കൽ കോളേജിലെ തകർന്ന ഈ ബിൽഡിങ് അതിന് ആധികാരികമായിട്ട് പറയേണ്ടത് അവിടുത്തെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ 2012 ആരോഗ്യവകുപ്പിന് രേഖാമൂലം ഈ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കത്ത് നൽകിയിരുന്നു. അത് ഇന്നലെ വീണ ജോർജ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ കാലപ്പഴക്കം ചെന്ന ബിൽഡിങ് അടിയന്തരമായിട്ട് പൊളിച്ചു നീക്കണമെന്നും ഇത് ഉപയോഗശൂന്യമാണെന്നും കൃത്യമായിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് വകവയ്ക്കാതെ ഈ 12 വർഷക്കാലമായിട്ട് ഈ ബിൽഡിങ് പ്രവർത്തനത്തിന് അനുമതി നൽകിയിരിക്കുകയാണ്. അപ്പോൾ അത് ഈ മന്ത്രിമാരുടെയും വകുപ്പുതല ഉദ്യോഗസ്ഥരുടെയും കടുത്ത അനാസ്ഥയാണ്. അത് 2012-13 കാലഘട്ടം മുതൽ വി.എസ്. ശിവകുമാർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഇതിനെപ്പറ്റിയുള്ള റിപ്പോർട്ട് ഈ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്നത്. അതിനുശേഷം വന്ന കെ ശൈലജയും ഇപ്പോഴുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ ഈ പറഞ്ഞ വി.എൻ. വാസവനുമൊക്കെ അവരുടെ വകുപ്പുതല ഉദ്യോഗസ്ഥരും ഈ നടന്നിരിക്കുന്ന അത്യാഹിതത്തിൽ തുല്യ ഉത്തരവാദികളാണ്. അതുകൊണ്ട് അവർക്കെതിരെ ഈ പാവപ്പെട്ട അമ്മ മരണപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കണം. അവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ബി.ജെ.പി ആവശ്യപ്പെടുന്നത്. മന്ത്രിമാർ ആവർത്തിച്ച് പറയുന്നത് ഇത്തരത്തിൽ ഒരു വൈകിട്ടില്ല, രക്ഷാപ്രവർത്തനം വൈകിട്ടില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി വാസവൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഇൻസ്റ്റന്റ് ഡെത്താണ് ബിന്ദുവിനെ സംഭവിച്ചത്, അതിനകത്ത് കുടുങ്ങിക്കിടന്ന് ഉള്ള ഒരു മരണമല്ല. മന്ത്രി ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ നേരത്തെ തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ പോലും ബിന്ദുവിനെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. കെട്ടിടം ഇടിഞ്ഞു വീണ ഉടനെ തന്നെ ബിന്ദു മരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് മന്ത്രി പറയുന്നത്. ആ ഒരു സമീപനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ നിലവിൽ ഈ സംഭവം നടന്നിരിക്കുന്നത് മറ്റെങ്ങുമല്ല, നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെയാണ്. ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചികിത്സ കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥാപനമാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഇപ്പോൾ വാസവൻ മന്ത്രിക്ക് ഇത് കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിയും? അദ്ദേഹം പറഞ്ഞതിൻ്റെ ഫലമാണ് രക്ഷാപ്രവർത്തനം വൈകിയത്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഈ കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കാനായിട്ട് ഒരു തരത്തിലും നമുക്ക് പറ്റില്ല. ഇതിൽ കൃത്യമായിട്ട് വാസവൻ ഉൾപ്പെടെയുള്ള മന്ത്രിയും വീണ ജോർജും വി.എസ്. ശിവകുമാറും കെ ശൈലജയും ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായിട്ട് കുറ്റം ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ രക്ഷാപ്രവർത്തനം നേരത്തെ ആരംഭിച്ചിരുന്നെങ്കിൽ ഈ ബിന്ദു എന്ന് പറയുന്ന പാവപ്പെട്ട സ്ത്രീ ഈ കുടുംബത്തിന് നഷ്ടമാകില്ലായിരുന്നു. അതാണ് ബി.ജെ.പിക്ക് പറയാനുള്ളത്. കർശനമായ നടപടി ഈ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും വകുപ്പ് മന്ത്രിമാർക്കെതിരെയും അടിയന്തരമായിട്ട് സ്വീകരിക്കണമെന്നാണ് ബി.ജെ.പി ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ കർശനമായിട്ടുള്ള നിയമ പോരാട്ടം വരും ദിവസങ്ങളിൽ പോലീസ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ കോടതിയെ സമീപിക്കും. ഹൈക്കോടതിയിൽ ഞങ്ങൾ അതിനായിട്ട് അഭിഭാഷകനുമായി സംസാരിച്ചിട്ടുണ്ട്. ആ മുഖേന ഞങ്ങൾ നീങ്ങാനുള്ള സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്.
തീർച്ചയായിട്ടും ആ ഒരു നിയമ പോരാട്ടം തുടരും. ഇത്തരത്തിൽ പ്രത്യക്ഷത്തിൽ നടത്തുന്ന സമര പോരാട്ടങ്ങൾക്കൊപ്പം നിയമ പോരാട്ടം കൂടി തുടരുമെന്നാണ് BJP വ്യക്തമാക്കുന്നത്. BJPയുടെ തലയോലപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് സുമേഷ് കൊല്ലേരിയാണ് നമ്മോടൊപ്പം സംസാരിച്ചത്. മന്ത്രിയുടെ ഈ വാക്കുകൾ നേരത്തെ തന്നെ മരണം സംഭവിച്ചു എന്നുള്ള വാക്കുകൾ എങ്ങനെയാണ് മുഖവിലേക്ക് എടുക്കാൻ കഴിയുക? ഒപ്പം തന്നെ കൃത്യമായി ബിന്ദുവിനെ രക്ഷിക്കാനുണ്ടായ 100% പോലും സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. ഏതായാലും കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകും വരെ പോലീസിൽ നിന്ന് നീതി ലഭിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിച്ച് ആവശ്യമായ പോരാട്ടം നിരന്തരം തുടരുമെന്ന് തന്നെ BJP വ്യക്തമാക്കുന്നു.